രജിസ്റ്റേർഡ് ധ്യാനം ഈ വർഷത്തെ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉപാധ്യക്ഷന്റെ നേതൃത്വത്തിൽ ചുറ്റും ധ്യാനകേന്ദ്രമാണ് ഈ വർഷം ധ്യാനം നയിക്കുന്നത്. ഈ ധ്യാനം രക്ഷാനുഭവ ധ്യാനം എന്ന പേരിലാണ് നൽകപ്പെട്ടിട്ടുള്ളത്. നമ്മളെല്ലാവരും രക്ഷ നേടണം എന്ന വലിയ മോഹങ്ങളാണ്. അത് ആത്മീയമായ ഒരു രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായത്. ആ ഒരു രക്ഷാനുഭവത്തിലേക്ക് നമ്മൾ വളരുന്ന നല്ലൊരു ധ്യാന ദിനങ്ങളാവട്ടെ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഉപാധ്യക്ഷനെയും ഇടവകയുടെ മുഴുവൻ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധ്യാനമെടുത്ത് ചുറ്റൂരിനോട് 4 മണിക്ക് കഴിയുമ്പോഴാച്ച പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ദിവസവും അങ്ങോട്ട് യാത്ര ചെയ്യുക ചിന്തയോടുകൂടിയാണ് ഇരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ഞാനാണെങ്കിൽ അറിയാം. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഇത്രയും അത്യാവശ്യം സീനിയറിറ്റി ആയിട്ടും ദേവരാജ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ജോലി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ബൈഡെന്ന് പറയുന്ന ധ്യാനത്തിൽ പലപ്പോഴും യുവജനങ്ങളെ പങ്കുവെച്ചിട്ടുണ്ട്. വലിയ ദൈവാനുഭവമായിട്ട് കടന്ന് തിരിച്ചു വരുന്നത് ഉണ്ടാകാറുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ ഈ കാലഘട്ടത്തിൽ വലിയ ദേവരാജ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ്. ഈ നമ്മുടെ എല്ലാ നിയമങ്ങളും ഒക്കെ നമുക്ക് അച്ഛൻ കാര്യങ്ങൾ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഇത് 11, 14 2 ദിവസം നമ്മുടെ കേസുകൾ ഒരു ദിവസങ്ങളാണ്. ധ്യാനം തുടങ്ങി അവസാനിക്കുന്ന ദിവസം. അപ്പൊ അതുകൊണ്ട് അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കണം, ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കണം. അത് ഭൗതികമായ ഒരു കാര്യമാണ്. അതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവർ നടക്കട്ടെ. പ്രധാനപ്പെട്ട ആത്മീയമായ വളർച്ചയും അനുഗ്രഹങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ ധാരാളമായി ലഭിക്കുന്ന ദിനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അച്ഛനോടും ടീമിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഔദ്യോഗികമായിട്ട് ഈ ധ്യാനത്തിന് തുടക്കം കുറിക്കാം എന്ന് തെളിയിച്ചു. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. എന്റെ ആത്മാവിൻ രക്ഷകനേ, ഓ എന്റെ ദൈവമേ, ഓ എന്റെ നാഥനേ.
നിമിഷം കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി ഓരോ നിമിഷം കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി മുമ്പുള്ള ദൈവത്തിന്റെ അനുഗ്രഹിക്കണമേ, കർത്താവിന്റെ നേതൃസ്ഥലത്തെ അറിയണമേ, നിങ്ങളുടെ മേൽ അവരും ചൊരിയട്ടെ. അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ಅಲಸ್ವರ ಅಸ್ಮರ್ಥ ಅಗ್ನಿಯಿಂದ ಗಂಭಯಿಂದ ಭಾವದಿಂದ ವಾಸುಗಳ എല്ലാ കുറികളും സംരക്ഷണ ബൈബിൾ ഭാഗം ഞാൻ നിങ്ങൾ വായിക്കേണ്ട ഭാഗം ഞാൻ പറയും, അപ്പോഴേ ബൈബിൾ എടുക്കാവുള്ളൂ, തുറക്കാവുള്ളൂ, വായിക്കാവുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ബൈബിൾ എടുക്കേണ്ട, തുറക്കേണ്ട, വായിക്കേണ്ട. അതുപോലെ ധ്യാന പ്രബോധനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ പറയുന്ന സമയത്ത് വായിക്കാൻ പറയുന്ന ഭാഗം മാത്രം വായിക്കണം. അതിനുശേഷം അതേപ്പറ്റി പറഞ്ഞ വിശ്വാസം മൂലം രാജകുലവും ഭയപ്പെടാതെ അവർ ഈജിപ്ത് വിട്ടു. വിശ്വാസം മൂലം ഇസ്രായേൽ ജനം ജെറിക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം ബലം വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. അവർ വിശ്വാസം മൂലം രാജ്യങ്ങൾ പിടിച്ചടക്കി. വിശ്വാസം മൂലം അവർ സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി. വിശ്വാസം മൂലം അവർ അഗ്നിയുടെ 35 കൊല്ലം തയ്യാറാക്കിയ പുസ്തകം യേശുക്രിസ്തുവിനെ പറ്റിയുള്ള നിന്റെ വിശ്വാസം നീ കൃത്യതയോടെ അറിഞ്ഞിരിക്കണം. ഊഹാപോഹം പറയാൻ പറ്റില്ല. ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും വിചാരിച്ചാൽ പോരാ, കൃത്യതയോടെ അറിഞ്ഞിരിക്കണം. മത്സരിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ ധ്യാന പ്രബോധന പുസ്തകം എടുക്കാം. അതിന്റെ പേജ് 65. അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവനെ മരിച്ചതെന്ന് പറയുന്നു. സത്യമായി ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ അടുത്ത 2 വിടുകയാണ്. സമയം അടുത്ത 2 വിട്ടിട്ട് 3-ാമത്തെ വായിക്കാൻ പോവുകയാണ്. ഗെരസേനയിലെ പിശാച് ബാധിതന്റെ ഏറ്റവും ദൈവത്തിന്റെ ശബ്ദമാണ് പിശാചെങ്കിലും ഇവിടെ പിശാച് യേശുവിനെ പരസ്യമായി എടുത്തു പറയുന്നു. അയ്യാ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശുവേ. ആരാണ് പിശാച്?
ആരാ മനസ്സിലായി പറയോ? ആരാ മനസ്സിലായി? ഫോളൻ ഏഞ്ചൽസ് ആണ്. ഒരിക്കൽ മാലാഖയായിരുന്നു ഒരു പാമ്പ് പോലെ നശിച്ചതാണ്. അവിടെ മാലാഖയ്ക്കെടുത്ത ജ്ഞാനമുണ്ട് പിശാചിന്. പിശാചിന് ഉള്ള കാര്യം പറഞ്ഞു കേട്ടോ. യേശുവിനെ കണ്ടപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല, യേശുവിനെ ശിശുമാർക്ക് മനസ്സിലായിട്ടില്ല. പിശാചിനറിയാം യേശുവാനാണ്. പിശാചി പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രാ. യേശുവാനാ ദൈവത്തിന്റെ പുത്രൻ. അത്രയും പറഞ്ഞു. ഇനി താഴേക്ക് വരാം. താഴെ അടുത്ത അവസാനം ഒരു ഇടിക്കുന്നുണ്ടോ? സവിശേഷ ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എല്ലാവരും ഞങ്ങൾ വായിക്കാം. മതബോധത്തിന്റെ പുസ്തകം, ഞാൻ പരിചയപ്പെട്ട പുസ്തകം. ഇതിന്റെ ആദ്യത്തെ ലേഖനം എന്താണെന്ന് പറയുന്നത്? വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് കർത്താവിന്റെ സഭയെ കുറിച്ച സുപ്രധാന ദൗത്യം. ഇതായിരുന്നില്ല. ഇനി ഇത് മുഴുവൻ നമ്മുടെ വിശ്വാസ രഹസ്യങ്ങളുടെ വിശദീകരണമാണ് ഈ പുസ്തകം. അതിന്റെ 454 ഖണ്ഡികയാണ്. അവിടെയാണ് ദൈവപുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിരുന്നത്. എല്ലാവരും ചേർന്ന് വായിക്കാം. ദൈവപുത്രൻ എന്ന അഭിധാനം യേശു ക്രിസ്തുവിന് തന്റെ പിതാവായ ദൈവത്തോടുള്ള അനന്യവും സനാതനവുമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ദൈവപുത്രനല്ലേ? പിന്നെ പിതാവിനോട് സ്ഥാനമില്ലല്ലോ. പുത്രനല്ലേ? പിതാവല്ലേ വലുത്, പുത്രൻ താഴെയല്ലേ? അതുകൊണ്ട് യഹോവ സാക്ഷികൾ പറയും, യേശു ദൈവപുത്രനാണ്, പക്ഷേ ദൈവം അല്ല. തെറ്റാണ്. യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം എന്താണ്? ഇത് നമ്മൾ ചൊല്ലിയതാണ്. സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമവൻ താതനോടൊത്ത സത്തയിൽ നിത്യാവിശ്വാസ പ്രമാണമാണ്. കുർബാനയ്ക്ക് വേണ്ടിയ വിശുദ്ധ പ്രമാണം. നമ്മൾ സമയത്ത് അല്ലെങ്കിൽ സാധാരണ പാട്ടായി യേശു ക്രിസ്തുവിന് തന്റെ പിതാവായ ദൈവത്തോടുള്ള അനന്യവും സനാതനവുമായ ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. അവിടുത്തെ പിതാവിന്റെ ഏകപുത്രനാകുന്നു, അവിടുന്ന് ദൈവം തന്നെയാകുന്നു. അതുകൊണ്ടാണ് ആ ദൈവപുത്രൻ പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം ദിവസം പഠിപ്പിക്കുകയാണ്. ദൈവപുത്രന്റെ അർത്ഥം ദൈവം തന്നെ. 17-ാം അധ്യായം 3-ാം വാക്യം. ചിലരെ കൈകളില്ലാത്ത നമുക്ക് വിഷമം അയക്കാൻ പറ്റാത്തതുകൊണ്ട് സമപ്രധാനമായ കാര്യം കുറെ പ്രവൃത്തികൾ ചെയ്യുകയല്ല. നമ്മൾ കണ്ടിട്ടില്ല, ഒരാൾ മരിച്ചു കിടക്കുമ്പോ അച്ഛൻ പ്രസംഗം പറയുക. ഏതാ പ്രസംഗം പറയുന്നത്? സാധാരണ മരിച്ച ആളെ പറ്റി കുറ്റം എന്നതാണ് അച്ഛൻ അതിനർത്ഥം. സൽപ്രവൃത്തികൾ വേണ്ട എന്നല്ല, സൽപ്രവൃത്തികൾ തീർച്ചയായും വേണം. പക്ഷേ അത് ഈ അറിവിൽ നിന്നുണ്ടാകുന്നതായിരിക്കണം. യേശു ക്രിസ്തു സത്യദൈവമാണെന്നുള്ള അറിവിൽ നിന്ന് വേണം സൽപ്രവൃത്തി. അല്ലെ പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ വ്യത്യാസമായിരിക്കും. അറിയുക പ്രത്യേക അർത്ഥമുണ്ട്. അറിയുക എന്ന പ്രത്യേക അർത്ഥമുണ്ട്. നമുക്ക് വായിക്കാം. നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് 46. കേട്ടോ. എഴുതിക്കുന്നതാണ് വിശ്വാസം എന്നത്. വിശ്വസിക്കുക എന്ന് പറയുന്നതും അറിയുക എന്നതും 3 വാക്ക് സമാനമായ എഴുതുക. ദൈവത്തെ അറിയുക, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ഇത് 3 സമാന വാക്കുകളാണ്. എന്ന് പറയാം, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക. ഇത് 3 തുല്യ അർത്ഥമാണ്. അതുകൊണ്ട് ഇതൊരെണ്ണം വായിച്ചാൽ ദൈവത്തെ അറിയുക എന്ന അർത്ഥത്തിൽ മനസ്സിലാകും. എന്ന് വായിച്ച് എന്താണ് വിശ്വാസം എന്നത്?
ഇത് നമ്മുടെ അഭിപ്രായമല്ല. കത്തോലിക്ക സഭയുടെ മതബോധം 143 ഘടകയിൽ പറഞ്ഞു തരുന്നതാണ്. വായിക്കാം. വിശ്വാസം വഴി മനുഷ്യൻ തന്റെ ബുദ്ധിയും മനസ്സും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കും. അതായത് വായിച്ച് ദൈവത്തിനെ അറിയാത്തവർ അല്ലെങ്കിൽ ദൈവവുമായി പ്രത്യേക സ്നേഹബന്ധമില്ലാത്തവർ അവരന്വേഷിക്കുന്നതാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഏത് ധ്യാനകേന്ദ്രത്തെയാണ് യാത്ര വെച്ചറിയാമോ? എവിടെയാണ് അത്ഭുതം അറിയാനായിട്ട് അനുഭവം. യേശുക്രിസ്തുവിന്റെ കാലത്ത് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കിട്ടിയത് പിറ്റേ ദിവസം വലിയ ആവേശം കാണിച്ച ജനങ്ങൾ 11 സമയം മുമ്പേ ഓടി വന്ന് കൂടി കർത്താവിനെ ശാസിച്ചു പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി വന്നിരിക്കുന്നത് അടയാളങ്ങൾ എന്നെ വിശ്വസിക്കാൻ വേണ്ടിയല്ല, തിന്നതിന്റെ സുഖം കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ശാസന അനശ്വരമായ അപ്പത്തിന് അഭിമാനിക്ക്, നശ്വരമായ അപ്പത്തിന് അഭിമാനിക്കരുത്, നശ്വരമായ അപ്പത്തിന് അഭിമാനിക്കരുത്. ഒരു കൽപ്പനയെ പുറത്താക്കിയത്. ഹല്ലേലൂയ. പലകയുടെ പുറത്ത് ക്രിസ്ത്യാനിയെ വെട്ടി ചുട്ടെടുത്ത് അല്ലെങ്കിൽ കിണറോളം വലുപ്പമുള്ള എണ്ണ നിറയ്ക്കുന്ന പാത്രത്തിലെ ക്രിസ്ത്യാനികളെ വിളിച്ചിട്ട് കൊന്നുകളയും, അല്ലെങ്കിൽ അടക്കവാളും ജീവനോട് രണ്ടായിട്ട് അടർത്ത് കൊടുക്കും, അല്ലെങ്കിൽ സിംഹങ്ങളെ വാഴയ്ക്ക് മനുഷ്യരെയും എന്താ കുതിരെന്താ ക്രിസ്ത്യാനിയായിട്ട്. അന്നത്തെ ദൈവമായിട്ട് അറിയാമോ? റോമൻ ചക്രവർത്തിയായ സീസറിനെ കർത്താവെ എന്ന് വിളിച്ച് ആരാധിക്കണം. റോമൻ ചക്രവർത്തിയെ കർത്താവെ എന്ന് വിളിച്ച് ആരാധിക്കാത്ത സർവ്വരെയും തീച്ചുവരെ ദഹിപ്പിക്കും, സുഖകരമായി നശിപ്പിക്കും. ആ നിയമമുള്ളപ്പോൾ റോമ സാമ്രാജ്യത്തിലെ ഒരുപോലെ 30 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി മരിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചു. നമ്മളാണ് ക്ലാസ്സാകുന്നത്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടുനടക്കുന്നതല്ല. തൊട്ടുനടക്കുന്നതല്ല വിശ്വാസം. വിശ്വാസം പറയുന്നത് നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. അവിടുന്ന് ദൈവം തന്നെയാകുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ അടുത്ത വാക്യം വായിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളൊരു വ്യാഖ്യാനം പറഞ്ഞു. അടുത്ത വാക്യം വായിച്ച്, ക്രിസ്ത്യാനിയായിരിക്കാൻ ഒരുവൻ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയുണ്ട്. ഈ സൈമോട് ചോദിക്കാൻ ചോദ്യമാണ്, ഇത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. സൈമോട് സാബു ചോദിക്കുന്നത് സൈമന്റെ അഭിപ്രായത്തിൽ പ്രഭാകരൻ ദൈവമാണ്. ഒരു പേര് പറഞ്ഞു പത്മാശി പറയാനുള്ള പേര് പത്മാശി, ഒരു പേര് പറഞ്ഞാൽ പത്മാശി. അപ്പൊ ആനി ഈ ശൈല എന്ന് പറയുന്ന ഹിന്ദു സ്ത്രീയുടെ ദൈവമാണ്. പരീക്ഷ പ്രശ്നം വേണ്ടി പറയാണ്. എന്താ പറയാതെ മാറ്റിട്ടുവോ? എന്താ കാരണം? അവൻ ദൈവമായതുകൊണ്ട് ദൈവത്തിനുണ്ടാകും. ഒരു ദൈവം എന്നാ സാധ്യതയുള്ളൂ. 2 ദൈവം എന്ന ദൈവത്തില്ലേ? 2 ദൈവം. കാരണം ദൈവത്തെ നിർവഹിക്കുന്നത് സർവസൃഷ്ടികളുടെയും സൃഷ്ടാവിനെയാണ് ദൈവം വിളിക്കുന്നത്. എല്ലാ മതസ്ഥരും അംഗീകരിക്കുന്നത് ഇങ്ങനെയാണ്, സർവത്തിന്റെയും സൃഷ്ടാവ് ദൈവം. അത് ഒരാളെ ഉണ്ടാകുമല്ലോ, സർവത്തിന്റെ സൃഷ്ടാവ് ഉണ്ടാകും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, God is the supreme being, the supreme being, supreme court. അപ്പൊ ദൈവം ഒരുവരെ ഉണ്ടാകാൻ പറ്റുള്ളൂ. ആ ദൈവം യേശുവാണെന്ന് പറയുന്നത് പറഞ്ഞത്. അവരുടെ ദൈവം യേശുവാനല്ല, പിന്നെ അവർക്ക് അറിയില്ല. ദൈവമാണ്. നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, സമയം കഴിഞ്ഞാൽ വായിക്കാൻ ചാറ്റുന്നതാണ്. കർത്താവ് ചാത്തനോട് എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവ് എന്നതാണ് ദൈവമാണ്. വീണ്ടും വായിച്ച്, ആകയാൽ യേശു കർത്താവാണെന്ന്
ദൈവം അവനെ മനസ്സിലോട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. രക്ഷപ്രാപിക്കാൻ 2 ടെസ്റ്റ് ഉണ്ട്, 2 പരീക്ഷയുണ്ട്. ഒന്ന് വിശ്വസിക്കുക, 2 ഏറ്റുപറയുക. എല്ലാ വർഷവും വെക്കേഷൻ 1 മാസം ഞാൻ നാട്ടിലേക്ക് വരും. വരുമ്പോൾ ബഹുമാറി ഞാൻ കൊണ്ടുവരുന്നത് 2 പെട്ടി നിറയെ ഇവിടെ കിട്ടാത്ത ദൈവശാസ്ത്ര പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു. 2 ബാഗ് നിറയെ ഒരു ക്രിസ്മസ് കഴിഞ്ഞുള്ള ദിവസങ്ങൾ ഞാൻ നാട്ടിലേക്ക് വരികയാണ്. ചിക്കാഗോയിലേക്ക് ആദ്യം വന്നു. അവിടെ വന്നപ്പോൾ 500ഓളം പേര് ചേർന്ന വിമാനത്തിലാണ് ഞാൻ കാണുന്നത്. 5 മണിക്കൂർ കഴിഞ്ഞിട്ട് വിമാനം സ്റ്റാർട്ട് ചെയ്തു. 5 മണിക്കൂർ അവിടെ ഇരിക്കണം, വെയിറ്റ് ചെയ്യണം. ഞാൻ നോക്കിയപ്പോൾ വെയിറ്റിംഗ് ഏരിയ മുഴുവൻ ഒറ്റ സീറ്റിലും ഒടുവിൽ എല്ലാ സീറ്റിലും ആളുകളിരിക്കും. അവിടുത്തെ നിയമനുസരിച്ച് ബാഗ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടില്ലെങ്കിൽ മാറ്റി വെച്ചാൽ ബോംബ് സ്ക്വാഡ് വന്ന് വെച്ചോണ്ട് പോകും. ഞാൻ 2 ബാഗ് എടുത്തുകൊണ്ട് ഈ 5 കുട്ടി നിർത്തി എനിക്ക് അസാധ്യം. അത്രയ്ക്ക് വലിയ ആവശ്യങ്ങൾ. ഞാനൊരു സ്ഥലത്ത് തപ്പി മെയിൻ ഏരിയയിൽ ഒന്നും സീറ്റില്ല. ഒരു കോർണറിൽ ഇതിന്റെ തന്നെ ഭാഗമാണ് 2 തൂണുകളുള്ള ഒരു സൈഡുണ്ട്. അവിടെ മാത്രം 2 കസേരയുണ്ട്. അതിൽ ഒരു കസേരയിൽ ഒരാളുണ്ട്, ഒരു കസേരയിൽ ആളില്ല. ദൈവാനുഗ്രഹിച്ചൊരു കസേര എടുക്കും. ആ കസേര ഞാൻ പെട്ടെന്ന് കാലം വെച്ച് പോയി. ആവശ്യം കസേര ഇരിക്കുന്ന ആളെ കണ്ടപ്പോ എനിക്ക് ഇരിക്കാൻ തോന്നിയില്ല. അതീവ സുന്ദരിയായി ഭൂലോക സുന്ദരി വിളിക്കാവുന്ന ഒരു ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് ആ കസേര ഇരിക്കുക. ആൾക്കാർ ഇവിടെ മാറിയില്ല. എനിക്ക് ആ സീറ്റ് അടുത്ത് പോയി ഇരിക്കാൻ എന്തോ ഒരു നാം തോന്നുന്നു. ഞാൻ ധൈര്യപ്പെട്ടില്ല. ഞാൻ തിരിച്ച് പുറത്തു പോകും. കർത്താവിന്റെ ഒരു സ്വരം കേട്ടു, ഗോ ആൻഡ് സിറ്റ് ബൈ ഹർ. പോയി അവളുടെ അടുത്ത് വന്നിരിക്കുക. ഞാൻ പോയി അവിടെ ഇരുന്നെങ്കിൽ ആ സ്ത്രീയെ നോക്കാതെ വേറെ ദിവസം നോക്കിയിരിക്കുക. ഇപ്പോൾ കർത്താവിന്റെ പറയാം, നീ അവരുടെ മുഖത്തേക്ക് നോക്ക്, ശ്രദ്ധിക്കുക അവരെ. ഇതാണ് മുഖത്തേക്ക് നോക്കി ഞാൻ കണ്ടത് ദുഃഖം കൊണ്ട് തീരായ ജീവിതം. മുഖത്തെ യാതൊരു സമാധാനമില്ല, യാതൊരു സന്തോഷമില്ല, ദുഃഖമാണ്. കർത്താവിന്റെ പറയാണ്, നീ അവരോട് ചോദിക്കുക, നീ എന്തുകൊണ്ടാണ് ദുഃഖിച്ചിരിക്കുന്നത്? അമേരിക്കൻ നിയമം അനുസരിച്ച് ഒരാളുടെയും സ്വകാര്യ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല. പോലീസ് പിടിക്കും. നിങ്ങൾക്ക് ഫാമിലി ഉണ്ടോ ചോദിച്ചു പോയാൽ പരാതിപ്പെട്ട പോലീസ് പിടിക്കും. നിങ്ങൾക്ക് ദൈവവിശ്വാസം ചോദിച്ചു പോയാൽ പരാതിപ്പെട്ട പോലീസ് പിടിക്കും. അതിനേക്കാൾ സ്വകാര്യ കാര്യമാണ് നീ എന്തിനാണ് ദുഃഖിച്ചിരിക്കും ചോദിക്കുക. ഞാൻ പേടിച്ചു പോയി ചോദിച്ചില്ല. കർത്താവിനെ നിർബന്ധിക്കുകയാണ് അങ്ങനെ തന്നെ ചോദിക്കുക. അവസാനം ഞാൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീ അവരുടെ 20 വയസ്സ് വായിക്കണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ദുരനുഭവങ്ങളെല്ലാം എന്നോട് ചോദിച്ചു. ഞാൻ വൈദികന്റെ വേഷത്തിലാണ് സഞ്ചരിക്കുകയോ യാത്ര ചെയ്തത്. ഞാൻ വൈദിക വേഷത്തിലായിരുന്നു. ഇവർ ബുദ്ധമക്കാരിയായിരുന്നു. ഇവരുടെ ജീവിതത്തിലെ സകല ബുദ്ധങ്ങൾ പറഞ്ഞു, ഞാൻ ഈ വിമാനം ആദ്യം ഇറങ്ങുന്നത് ഖത്തറിലാണ് തോന്നുന്നു. വിമാനം ഇറങ്ങേണ്ടത് ആദ്യം ഇറങ്ങിയ വിമാനത്താവളെ കുറിച്ച് ഞാൻ അനുഭവിച്ചു. ഈ സ്ത്രീയെ രക്ഷിക്കുന്നത് അതുപോലെ ഞാൻ ആലോചിച്ചത് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഞാൻ 1-2 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നത്തെ കന്യാസികന്മാർ വലിയ അനുഭവമില്ലാത്ത കാര്യഭാഗങ്ങൾ അവർ പറഞ്ഞു നിൽക്കുന്നത് മറ്റു മതസ്ഥരുടെ മതവികാരം വളർത്തിയെടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മുടെ മതമൊന്നും പറയരുത്. അവരോട് പറയേണ്ടത് നിങ്ങൾ ഏത് മതത്തിലാണോ ആ മതപ്രകാരം നന്നായിട്ട് ജീവിക്കാൻ പറഞ്ഞാൽ മതി. നമ്മളൊരിക്കലും യേശുവിനെ പറ്റി പറയരുതെന്ന് പഴയ കന്യാസികൾ പറഞ്ഞത് എന്ന് തന്നെ കിടപ്പുണ്ടായി. ഞാൻ അവർക്ക് ദൈവമേ, ഈ ബുദ്ധമതത്തിൽ പിറന്ന ഈ പെൺകുട്ടിയോട് ഈ കന്യാസികൾ പറഞ്ഞ പറയുകയാണെങ്കിൽ എന്ത് പറഞ്ഞാൽ നീ ബുദ്ധനെ വിശ്വസിക്കുക എന്ന് പറയേണ്ടി വരും. പക്ഷെ ബുദ്ധനാണ് മനുഷ്യന്റെ കഥകൾ ഉത്തരം കണ്ടെത്താൻ പറ്റാതെ ദുഃഖിതനായി അനാഥങ്ങൾ ഒളിച്ചോടി മനുഷ്യനെ ആ പെൺകുട്ടിയോട് ഉത്തരവില്ല. ഞാൻ ഉടനെ തന്നെ ഉത്തരം കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. ഇതൊക്കെ പറയുന്ന ഉടനെ ആ പെണ്ണ കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ആ എയർപോർട്ടിൽ ആൾക്കാരെ കണ്ട് അവിടെ അമേരിക്കയിൽ പെറ്റമോൾ എക്സാമ്പിൾ ആൾക്കൊക്കെ കരയുകയാണ്. കണ്ണു തുടയ്ക്കൂ.
ഇവള് ഒറ്റയ്ക്ക് കരയാൻ ഞാൻ പേടിച്ചു പോയിട്ട് പോലീസുകാരെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് കരയുന്നു, വെള്ളം വയ്ക്കുന്നു, അവിടെ കണ്ണിൽ നിന്ന് അവിടെ ഒഴുകുന്നു, മുഖമൊക്കെ വെളുത്ത് വിളറി പോയ മുഖമൊക്കെ ക്ഷമം തുടുത്തിരിക്കുന്നു. അവള് വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചപ്പോൾ അവൾ സമ്മതിക്കത്തില്ല. മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് പറയാ, I accept Jesus Christ as my God. യേശുവിനെ ദൈവമായി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ അവളോട് ഈശോ ദൈവമാണെന്ന് പറഞ്ഞില്ല. അവരുടെ കണ്ടതയിൽ ഈശോ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം പറഞ്ഞതാണ്, ഈശോ നിന്നെ സ്വീകരിക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതേപറ്റി ആരും ചെയ്തിട്ടില്ല, ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. മുഴുവനത്തോടെയുള്ള സ്നേഹം ദൈവത്തിന് മാത്രമാണ് അവകാശപ്പെട്ടത്. വിശ്വാസം എന്ന് പറയുന്നതും സ്നേഹം എന്ന് പറയുന്നതും ആരാധന എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. അതായ എന്റെ ജീവിതം മുഴുവനും യേശു ക്രിസ്തുവിനെ വിട്ടുകൊടുക്കുന്നു. ഞാൻ ഇനി എനിക്ക് വേണ്ടി ജീവിക്കുകയില്ല, യേശുവിന് വേണ്ടി അവരുടെ മക്കളത്തിന് വേണ്ടി ജീവിക്കും. കാരണം അവരാണ് ദൈവം. എന്നെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. കുറച്ച് സമയത്തേക്കല്ല, ഈ പള്ളിക്കലൊക്കെ ആയിരിക്കുമ്പോൾ മാത്രമല്ല, എന്നെ ഒരിക്കലും പിരിയാത്ത സ്നേഹത്താൽ സ്നേഹിക്കുക. ചരിത്രത്തിൽ ജീവിച്ചു മരിച്ചുയർന്ന ക്രിസ്തുവേ, നിന്നെ എന്നു കാണുക അസാധ്യം, അസാധ്യം നീ സാധ്യമാക്കി. ചരിത്രത്തിൽ ഒരിക്കൽ ജീവിച്ചു മരിച്ചുയർന്ന ക്രിസ്തുവേ, നിന്നെ എന്നു കാണുക.
കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. കണ്ടുപെട്ടാൻ ഭാഗ്യലഭിച്ച ഇദ്ദേഹത്തിന്റെ കൂടെ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയും നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. വിശുദ്ധ തോമസ് ലിഹായുടെ നാമധേയത്തിലുള്ള പ്രത്യേകിച്ച് തോമസ് ലിഹായുടെ പാദസ്പർശം പോലും അനുഭവിക്കാൻ ഇടയായ വളരെ പാരമ്പര്യമുള്ള ദേവാലയത്തിൽ ഒരുപാട് ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പിതാവിൽ കാണുവാൻ ബഹുമാനപ്പെട്ട പാണിച്ചിന്റെ നേതൃത്വത്തിലുള്ള ദൈവാത്മാവ് നയിക്കുന്ന ഈ ജ്ഞാനശുശ്രൂഷകളിൽ പങ്കെടുക്കാനും കർത്താവ് ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്ക് ഞാൻ അവിടുത്തെ സ്തോത്രം ചെയ്യുക. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ച പോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏത് മതത്തിൽ ജനിച്ചാലും ഏത് വിഭാഗത്തിൽ വളർന്നാലും കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുകയും യേശുക്രിസ്തുവിന്റെ കൃപകളെക്കുറിച്ച് മനസ്സിലാക്കി യേശുവിന്റെ വചനത്തിന് അധിഷ്ഠിതമായ തരത്തിൽ ജീവിതം നയിക്കുമ്പോൾ അവന് ദൈവികമായ പദ്ധതിയുടെ നന്മയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറാൻ സാധിക്കുമെന്ന കാര്യത്തിൽ വ്യക്തിപരമായ ജീവിതം കൊണ്ട് അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എന്നെ പരിചയപ്പെടുത്തിയത് ഫ്രാൻസിസ് അസീസി എന്ന പേരിലാണെങ്കിലും ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകിയ പേര് അബ്ദുൽ അസീസ് എന്നായിരുന്നു. അബ്ദുൽ അസീസ് എന്ന് പറയുന്ന അറബ് പദത്തിന്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശ്വസ്തനായ അടിമ എന്നാണ്. പക്ഷെ പേരിലായിരുന്നു അത്ര വിശ്വസ്തത ഉണ്ടാവേണ്ട പേരിലായിരുന്നു. പക്ഷെ ദൈവത്തിനോട് വിശ്വസ്തത പുലർത്താൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം യഥാർത്ഥത്തിൽ ഒരു വായനശാലയാണ്. വായിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും ചില വായനകൾ ചിലപ്പോഴെങ്കിലും നമ്മളെ ദൈവിക ചിന്തകളിൽ നിന്ന് അകലങ്ങളിലേക്ക് കൊണ്ടുപോകും. വളരെ ചെറുപ്പത്തിൽ വായിച്ച ഒരു പുസ്തകം ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്ന യൂറോപ്യൻ തത്വചിന്തകളുടെ ദൈവം മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ദ ബ്ലാക്ക് ഫിലോസഫർ എന്നറിയുന്ന നിഷയുടെ ആ പുസ്തകം എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമായിട്ട് പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ സമ്പത്തുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, അവന് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, അവനാരെയും ഫേസ് ചെയ്യാൻ അഭിമുഖീകരിക്കാനുള്ള ആത്മധൈര്യം ചങ്കുറ്റമുണ്ടെങ്കിൽ അവന് ദൈവത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആവശ്യമില്ല.
ദൈവം എന്ന് പറഞ്ഞാൽ വെറും ഒരു വേസ്റ്റ് ബാസ്കറ്റ്, ചപ്പുചവറുകൾ ഇടാനുള്ള ഒരു വേസ്റ്റ് ബാസ്കറ്റ് മാത്രമാണെന്നാണ് ഫ്രെഡറിക് നിഷെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. യൂറോപ്പിലെ ഒരുപാട് യുവാക്കളെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. ഈ രണ്ട് വർഷവും എൻ്റെ ചെറുപ്പകാലയളവിൽ വളരെയധികം കടന്നു വരുന്നു. ഏകദൈവ വിശ്വാസമുള്ള ഇസ്ലാം മതത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും പിന്നീട് ഇത്തരത്തിലുള്ള ചിന്തകൾ തന്നെ ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റാനായിട്ട് തോന്നി. മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പ്രതിപാദിച്ചിരുന്ന ഒരു ആളുകൂടിയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ലോജിക് എന്ന് പറഞ്ഞൊരു വിഷയം പഠിച്ചിട്ടുണ്ട്, തർക്കശാസ്ത്രം. മറ്റുള്ളവരിൽ തർക്കിക്കുന്നതിൽ പോലും ആനന്ദം കണ്ടെത്താൻ പറ്റുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ നിരീക്ഷിച്ചത്. അത്തരം വഴികളിലൂടെ കടന്നുപോയ ഒരാളാണ് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഈ തിരുവഴുത്താലയുടെ അരികിൽ നിന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ കൃപ എത്രമാത്രമാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏതൊക്കെ വഴികളിലൂടെ കടന്നുപോയാലും ദൈവം ഒരു പദ്ധതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ആ പദ്ധതിയിലേക്ക് അവൻ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ മറ്റെല്ലാത്തിൽ നിന്നും വേർതിരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വഴികളിലൂടെ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി യാതൊരു സംശയമില്ല. അത് നിങ്ങൾക്ക് സംശയമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം വിശുദ്ധ ബൈബിളിനെ കുറിച്ച് വളരെയധികം മനസ്സിലാക്കുന്ന മറ്റൊന്നിടവകയിലെ സഹോദരങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ മാനസാന്തരത്തിന്റെ സുവിശേഷം എന്ന് പറയുന്ന ആ സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, വഴിതെറ്റിപ്പോയ ആൺകുട്ടിയെ തേടിപ്പോകുന്ന ഒരു ഇടയന്റെ ചിത്രം നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. സ്വന്തം പിതാവിനോട് വഴക്കിട്ട് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നതിന്റെ ചിത്രം കാണാം. കളഞ്ഞുപോയ നാണയം അടിച്ചുവാരുന്നത് കാണാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതി ഒരുപക്ഷെ ഈ ധ്യാനത്തിന് നിങ്ങൾ കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ദൈവവചനം പറയാൻ എന്റെ മനസ്സ് ഉൾക്കൊള്ളുകയാണ്. അത് ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ വാക്യം, എനിക്ക് ഇതിനെ കുറിച്ച് ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അതിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളത്. ഈ ക്ഷേമത്തിനുള്ള പദ്ധതി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതിലേക്ക് കടന്നു വരണമെങ്കിൽ യേശു കർത്താവിനെ കൃത്യമായിട്ട് അറിയുക മാത്രം പോരാ, ആ തിരുവചനമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ വ്യക്തമായി പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലെ 22-ാമത്തെ വാക്യം, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മൾ ക്ഷണിക്കുകയാണ്. ജർമ്മിയാ തന്നെ അത് പൂർണ്ണമായി നമ്മളോട് പറയുന്നത് 29-11 താഴെ പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളെ വിളിച്ചപേക്ഷിക്കും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തും, നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്ലാം മതത്തിൽ ജനിച്ച് ഞാനിത്രയൊക്കെ ഹല്ലേലൂയ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം കരുത്തോടെ യേശു ക്രിസ്തുവിനെ മാതൃപ്പെടുത്തുന്നവരായിരിക്കണം എന്ന് ആലോചിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ തരത്തിലാണ് ഞാൻ യേശുവിനെ പരിചയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശുവുമായിട്ടല്ല, ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റിനോട് തന്നെ താല്പര്യമില്ല എന്ന ആളായിരുന്നു. അപ്പം എനിക്ക് താല്പര്യമില്ലായിരുന്നത് പഠിത്തത്തിനായിരുന്നു, സ്പോർട്സിനോടായിരുന്നു. നന്നായി ഓടാനും ചാടാനും തലകുത്തി പറയാനുള്ള നല്ല കഴിവുകളുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ കരാട്ടെ എന്ന് പറഞ്ഞൊരു കായിക പരിശീലനം ചെറുപ്പത്തിൽ തന്നെ 6-ാം ക്ലാസ് നേടി. അതിനോടൊപ്പം മർമ്മയോഗ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയം പരിശീലിക്കാനായിട്ട് ഇടവന്നു. മർമ്മയോഗ അതിഭീകരമായ ഒരു പരിശീലനമാണ്. അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ 2 വിരൽ ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെ നാഡികൾ സ്പർശിച്ചാൽ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷനെ ഇല്ലാതാക്കാനും ഓക്സിജൻ കണ്ടന്റ് അവിടേക്ക് വരുന്നത് തടയാൻ
അയാളുടെ ശരീരത്തിൻ്റെ ആ ഭാഗത്തെ നിർജ്ജീവമാക്കാനും സാധിക്കും എന്ന് പറയുന്നത് പഠിപ്പിക്കലാണ് മർമ്മയോഗി. ഇന്ന് ആ ഒരു മേഖലയിൽ കൂടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത് കൂടി. ഞാനൊരു സൈക്കോ ഫിസിയോതെറാപ്പിസ്റ്റായി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ആ രീതിയല്ല ഞാൻ അവലംബിക്കുന്നത്, മറിച്ച് ജീവൻ കൊടുക്കുന്ന യേശുവിൻ്റെ രീതിയാണ്. ഹല്ലേലൂയ. നമുക്കൊരു മാർഗ്ഗമേ ഉള്ളൂ, അത് യേശുവിൻ്റെ മാർഗമാണ്. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അതിൽ പെട്ടെന്ന് തന്നെ ഞാൻ മികവ് നേടി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറായി. മർമ്മയോഗിയിൽ ആചാര്യ എന്ന് പറയുന്ന പദവി നേടി. തൃശ്ശൂരിലെ രാമവർമ്മപുരത്തുള്ള പോലീസ് അക്കാദമിയിൽ അവിടുത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ മർമ്മയോഗയും കരാട്ടയൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരാളായി ഞാൻ മാറി. ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു പദവിയോട് എനിക്ക് തന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാമവർമ്മപുരത്തുള്ള പോലീസ് അക്കാദമിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിലുള്ള മനുഷ്യർ എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നെ കാണുമ്പോൾ തലവരിച്ച് എന്നെ വണങ്ങി ബോ ചെയ്ത് എന്നെ സാറേ എന്ന് വിളിച്ച് ബഹുമാനിക്കുന്നു. പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അവരിൽ പലരും DSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഞാനാണെങ്കിൽ ആ സമയത്ത് 10ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷെ എന്നെയാണ് അവർക്ക് പരിശീലനം കൊടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത്. ഞാനിത് പറയാനായിട്ട് കാരണം, നമ്മൾ എത്രമാത്രം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ കടന്നുപോയാലും, എത്രമാത്രം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ആ ദൈവകൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിൻ്റെ പേര് അഹങ്കാരമാണ്. മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ, മറ്റുള്ളവർ നല്ലതാണെന്ന് പറയുമ്പോഴൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മളിലുള്ള അഹങ്കാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വളരെ പത്രാസുള്ള ആളായിരുന്നു പത്രോസ്ലിഹ. ആ കേരളവർമ്മ കോളേജിൽ പഠിക്കുന്നു. അവിടെ കോളേജിലാണെങ്കിലും കോളേജ് യൂണിയനിലേക്ക് മത്സരിക്കുന്നു. വിജയം അവിടെയും എന്നെ തേടി വരുന്നു. അങ്ങനെ വിജയങ്ങളിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഒരു അത്ഭുതകരമായ ജോലിയിലേക്ക് എനിക്ക് പ്രത്യേകമായ ഒരു ഇൻവിറ്റേഷൻ, ക്ഷണം ലഭിച്ചു. സൗദി അറേബ്യ ഗവൺമെന്റ് അവരുടെ കോൺസുലേറ്റ് ജനറലിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫ് എന്ന് പറയുന്ന ഉയർന്ന ഉദ്യോഗത്തിലേക്ക് ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതെ എന്നെ പ്രത്യേകമായിട്ട് ചോദിച്ചു. ചുരുക്കത്തിൽ സൗദി അറേബ്യ ഗവൺമെന്റിന്റെ കോൺസുലേറ്റ് ജനറലിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫായി ഞാൻ മാറുകയാണ്. ഇന്ന് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന് മുമ്പിലുള്ള രജിസ്റ്ററിൽ ഒപ്പുവെച്ച് നടന്നു നീങ്ങുമ്പോൾ വിപ്ലവ കവിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ 2 വരി കവിത ഞാൻ പാടി. മനുഷ്യന്റെ കൈകൾ, മനുഷ്യന്റെ കൈകൾ, മനുഷ്യന്റെ കൈകൾ, മരിക്കാത്ത കൈകൾ, കടുമ്പാറ പൊട്ടിച്ചുടയ്ക്കുന്ന കൈകൾ, ഇരുമ്പൊത്ത് തല്ലി തണുപ്പിച്ച കൈകൾ. മനുഷ്യനാണ് വലുത്. ഇത്തരമൊരു ചെയ്തൊരു വികാരമാണ് അന്ന് എന്നെ മുന്നോട്ട് നയിച്ചിരുന്നത്. സൗദി അറേബ്യ ഗവൺമെന്റ് നൽകിയ സുഖഭോഗങ്ങൾ ഒഴുകി ജീവിച്ചു. അതിനിടയിൽ ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് ജപ്പാനിൽ കടന്നു വരുന്നു. അതിനായി പങ്കെടുക്കാനായിട്ട് പോകാനായിരിക്കുന്ന സമയത്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ഇല്ലാതായി. അത് നമ്മുടെ കേരളത്തിലേക്ക് ആ ടൂർണമെന്റ് മാറ്റി അതിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നു. മികച്ച പരിശീലനം നടത്തുന്നു. പരിശീലനത്തിനിടയിൽ ഒരു സ്വരം എൻ്റെ കാതിൽ നിന്ന് പറയുന്നതായി ഞാൻ അനുഭവപ്പെട്ടു. നീ എത്ര പരിശീലിച്ചാലും ശരി, എനിക്ക് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ സാധിക്കും. ഞാൻ എന്നെ പരിശോധിക്കുന്ന 7ഓളം ഡോക്ടർമാരുണ്ട്. അവരെ പോയി കണ്ടു. അവരുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് മുഴുവൻ പരിശോധിച്ചു. അവരാ പരിശോധിച്ച റിപ്പോർട്ടിൽ എഴുതി വെച്ചു, വെരി റിച്ച് ബ്ലഡ് കൗണ്ട്സ് ആൻഡ് ഹെൽത്ത്. വെരി റിച്ച് എന്നാണ് എഴുതി വെച്ചു. വളരെ ധനികമാണ്. എന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. വീണ്ടും ഞാൻ പരിശീലനം നടത്തുന്നു. പക്ഷേ ഈ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് എന്നെ അസ്വസ്ഥപ്പെടുന്നു. അതുകൊണ്ട് സൈക്കോളജിസ്റ്റായ മറ്റുള്ള ഡോക്ടറോട് കണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ശബ്ദം അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്തു. ഇത് ലാബറട്ടറിയിലെ പരിശോധനകളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഒരു ഹെമറ്റോളജി രക്തപരിശോധന ഗവേഷണ കേന്ദ്രത്തിൽ ചെന്ന് പരിശോധനകൾ നടത്താൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു.
അങ്ങനെ ചുരുക്കത്തിൽ 1996 മദ്രാസിനടുത്തുള്ള വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ പരിശോധനകൾക്കായിട്ട് പോയി. അത് കേരളത്തിൽ ഹെമറ്റോളജിയില്ല. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചെന്ന അവിടുത്തെ ചീഫ് ഹെമറ്റോളജിസ്റ്റായ ഡോക്ടർ മുഹമ്മദ് ചാണ്ടി എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടു. അദ്ദേഹം എല്ലാ പരിശോധനയും കഴിഞ്ഞ് വിളിച്ച് റിപ്പോർട്ടുകൾ കാണിച്ചു എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഇതിലൊന്നും യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് തീർച്ചയായും പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. സന്തോഷത്തോടുകൂടി അദ്ദേഹവുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി. ഞാൻ അകത്തിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ എപ്പോഴൊക്കെയോ കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദം വീണ്ടും എൻ്റെ കാതിൽ വന്ന് എന്നോട് പറയുന്നു, നീ എത്ര പരിശീലിച്ചാലും ശരി, നിനക്ക് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ വീണ്ടും പ്രിയപ്പെട്ടവരെ കുറച്ച് അസ്വസ്ഥനായി. പക്ഷെ ഡോക്ടർ തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് ഈ കാര്യങ്ങൾ നന്നായി ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരു ശബ്ദം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും ഇങ്ങനെ ചില അസ്വസ്ഥതകൾ വരാറുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു 10ാം ക്ലാസ്സിലെ കുട്ടിയല്ല. ഫുൾ കോൺടാക്ട് കരാറ്റയിൽ 5 വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ആളാണ്. സൗദി കൗൺസിലെ ജനറലിലെ പേഴ്സണൽ സെക്രട്ടറി ചീഫാണ്. ഞാൻ തടഞ്ഞു കൊടുക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചു. ഞാൻ പറഞ്ഞു, സർ, ഞാൻ വന്നത് ഇത് പൂർണ്ണമായ പരിശോധനയ്ക്കാണ്. അതിനെന്ത് വേണം? വെറുതെ രക്തമെടുത്ത് പരിശോധിച്ച പോരാ. പിന്നെ അദ്ദേഹം ചോദിച്ചപ്പോൾ എന്ത് വേണം? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ രക്തത്തിൻ്റെ വേരുകൾ പോലും പരിശോധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലാണ് എനിക്ക് ആത്മവിശ്വാസം ലഭിക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് രക്തം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ്. രക്തം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ബോൺ മാരോയിലാണ്, മജ്ജയിലാണ്. അപ്പോൾ ഈ മജ്ജ എടുത്ത് പരിശോധിച്ചാലേ അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. പക്ഷെ മജ്ജ എടുത്ത് പരിശോധിക്കണമെങ്കിൽ ഡ്രിൽ ചെയ്ത് വേണം മജ്ജ എടുത്ത് പരിശോധിക്കാൻ. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, എന്തുവേദനയും സഹിക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ടൂർണമെന്റിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രതിയോഗിയെ നേരിടണമെങ്കിൽ എനിക്ക് ആത്മവിശ്വാസം ആവശ്യമാണ്. ചുരുക്കം പറഞ്ഞാൽ ഞാനും ഡോക്ടറും നല്ലൊരു സൗഹൃദത്തിൽ ചർച്ച ചെയ്തതുകൊണ്ട് അങ്ങനെ ഫോർമാറ്റ് എടുക്കാനായിട്ട് തീരുമാനമായി. ഒരു ചെറിയ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ വളർച്ചു കിടത്തി തണ്ടലിൻ്റെ ഭാഗത്ത് നിന്ന് ഡ്രിൽ ചെയ്ത് മജ്ജയെടുത്ത് പരിശോധിക്കാനായിട്ട് കൊടുത്തു. ആ മുറിയിൽ ഞാൻ വിശ്രമിക്കാം. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ വന്ന് വിളിച്ചു, മാമൻ സാർ അന്വേഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ ഒരു നീല ഫയൽ തുറന്ന് അദ്ദേഹം എന്തൊക്കെയോ പരിശോധിക്കുന്നു. എന്നെ വിളിച്ചെത്തി റിപ്പോർട്ടുകൾ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, രക്തപരിശോധനകളിൽ യാതൊരു കുഴപ്പം കാണാനില്ല. പക്ഷേ ബോൺ മാരോ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ALL എന്ന് പറഞ്ഞ അസുഖം. എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, സാർ എന്താണ് ALL? അദ്ദേഹം പറഞ്ഞു, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കേമിയ എന്ന് പറഞ്ഞ രോഗമാണ്. ലുക്കേമിയ എന്ന വാക്ക് സയൻസ് മാഗസിനിൽ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിച്ചു, സാർ, ലുക്കേമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണോ? അതിന് അദ്ദേഹം എനിക്ക് നൽകിയ മറുപടി, യെസ്, യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ആണോ എന്നായിരുന്നു. ഞാനൊരു ബ്ലഡ് ക്യാൻസർ രോഗിയാണെന്ന് ഒരു അതിവിദഗ്ധനായ ഡോക്ടർ എൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞ നിമിഷം സത്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് വർണ്ണിച്ചു തരാനായിട്ട് സാധിക്കും. മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു രോഗം, ക്യാൻസർ. ആ രോഗമാണ് എനിക്ക് കടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു വിദഗ്ധനായ ഡോക്ടറുടെ കണ്ണിലേക്ക് നോക്കി പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും. ഞാൻ ഒരക്ഷരം വേണ്ടിയില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പുറത്തേക്ക് നടന്നത്. ഡോക്ടറെ വിളിക്കുന്നുണ്ട്, ബന്ധുക്കൾ വിളിക്കുന്നുണ്ട്, കേൾക്കാത്ത പോലെ ഞാൻ നടന്നു. വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ വലിയ ഗേറ്റ് കടന്ന് എതിർവശത്തുള്ള ഷോപ്പിംഗ് മാളിൽ പോയി ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ പരിശ്രമിച്ചു. കാരണം എനിക്കത് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാം, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ആർക്കാണ് സന്തോഷത്തോടുകൂടെ ആഹാരം കഴിക്കാൻ സാധിക്കുക? ആ ഐസ്ക്രീമിന്റെ തലത്തിനൊരിക്കലും
എൻ്റെ ചൂട് പിടിച്ച മനസ്സിനെ തണുപ്പിക്കാൻ സാധിക്കില്ല എന്ന സത്യം ഞാൻ അവിടെ തിരിച്ചറിഞ്ഞു. ഞാൻ ഡോക്ടറിലേക്ക് പോയി. അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, ഇതുവരെ ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് ഇത്രയും മാരകമായ രോഗം എനിക്ക് വരാൻ കാരണം? അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, തോളിലിങ്ങനെ പതിയെ തലോടിയിട്ട് അദ്ദേഹം പറഞ്ഞു, നോ റീസൺ, കാരണങ്ങൾ ഒന്നുമില്ല, ദൈവത്തോട് ചോദിക്കണം. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. ദൈവത്തോട് ചോദിക്കണമെന്ന മറുപടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ, ആ പ്രസ്താവന പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അംഗീകരിക്കും. കാരണം നിങ്ങൾ ദൈവവിശ്വാസികളാണ്. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കാതെ ഫ്രെഡറിക് നിഷയുടെ പുസ്തകം വായിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ വിഡ്ഢിയാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നടന്നിരുന്ന അബ്ദുൽ അസീസ് എന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ പ്രസ്താവന ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ ഞാനൊരു ദൈവവിശ്വാസിയല്ല, ഐ ആം ആൻ എത്തിയിസ്റ്റ്, ഞാൻ നിരീശ്വരനാണ്, ഞാൻ ദൈവവിശ്വാസിയല്ല. താങ്കൾ എങ്ങനെ പറയുന്നത്? അമേരിക്കയിൽ ലണ്ടനിൽ നിന്നും ബിരുദാനന്തരം നേടിയിട്ടുള്ള ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഹൈജീനിക്കായ ട്രീറ്റ്മെന്റ് ലോകത്തിൽ ചെയ്യുന്ന 4 ഡോക്ടർമാരിൽ വിദഗ്ധനായ ഒരാളായ താങ്കൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ദൈവത്തോട് ചോദിക്കൂ എന്ന് പറയാൻ കാരണം? ഞാൻ ദൈവവിശ്വാസിയല്ല. എനിക്കറിയേണ്ടത് ദൈവത്തെ കുറിച്ചല്ല, പ്രാർത്ഥനയെ കുറിച്ചല്ല, എനിക്കറിയേണ്ടത് എനിക്ക് ചികിത്സയുണ്ടോ എന്നുള്ളതാണ്. ക്രൂരമായ നിരീക്ഷണത്വം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചിന്തകൾ കീഴ്കൊടുക്കാൻ പരിശ്രമിച്ച മനുഷ്യനാണ്. പക്ഷെ എന്നിട്ടും ആ ദൈവവിശ്വാസിയായ ഡോക്ടർ ഏറ്റവും ശാന്തതയോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ദൈവകൃപയാൽ ചികിത്സിക്കാൻ നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയാൽ ഇന്ന് വിശുദ്ധ കുർബാന നടത്തിക്കുന്ന ഈ തിരുവഴുത്താരയുടെ അരികിൽ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറയാനായിട്ട് സാധിക്കും, എന്റെ ജീവനേക്കാളും എന്റെ ജീവിതത്തെക്കാളും അപ്പുറത്താണ് ദൈവകൃപയാൽ എന്ന് പറഞ്ഞ ആ ഒറ്റ വാക്ക്, ആ ഒരൊറ്റ വാക്ക് ദൈവകൃപയാൽ. പക്ഷെ അന്ന് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റം ആകർഷിച്ചതുകൊണ്ട് ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ സ്വീകരിക്കാനായി തീരുമാനിച്ചു. ചുരുക്കം പറഞ്ഞാൽ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 1997 ജനുവരി മാസം 1-ാം തീയതി ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയായി അബ്ദുൽ അസീസ് എന്ന പേരുണ്ടായിരുന്ന ഞാൻ അഡ്മിറ്റ് ചെയ്തു. ജനുവരി മാസം 1-ാം തീയതി ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കാണുന്ന സുഹൃത്തുക്കളോടൊക്കെ പറയുന്ന വാക്കാണ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന ദിവസം എനിക്ക് കേൾക്കേണ്ടി വന്ന വാക്കാണ് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, സുന്ദരിയായ നേഴ്സ് എൻ്റെ അരികിൽ വന്നു, മധുരമുള്ള സുഖത്തിൽ അവളോട് പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ. ഞാൻ മറുപടി പറഞ്ഞില്ല. അവൾ എനിക്ക് നല്ലൊരു ചോക്ലേറ്റ് തന്നു, ഞാനത് വാങ്ങിയില്ല. കാരണം അത് ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ എനിക്ക് ഇല്ലായിരുന്നു. അവരെന്നോട് പറഞ്ഞു, വരൂ ICUയിലേക്ക് പോവാം, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, കുറച്ചുകൂടി പരിശോധനകളുണ്ട്, ഡോക്ടർ കാത്തിരിക്കുന്നു. ഞാൻ ICUയിലേക്ക് ചെന്നു. ഞാൻ അവിടെ ചെന്ന് ICUയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനുള്ളിൽ നിന്ന് ഒരു ട്രോളിയിൽ ഒരാളെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ വെള്ളത്തിനെ പുതപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിനെ പുതപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജനുവരി മാസം 1-ാം തീയതി ഞാൻ കാണുന്നത് ഒരു മൃതശരീരമാണ്. എൻ്റെ അരികിലൂടെ ട്രോളി തള്ളിക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ചെറിയൊരു കാറ്റടിച്ചു, നെറ്റിയിലെ ആ തുണി ഇങ്ങനെ മാറിപ്പോയി. അപ്പോൾ നോക്കുമ്പോൾ നെറ്റിയിൽ ഇങ്ങനെ നീല വരകളുണ്ട്. ആ നീല വരകൾ സൂചിപ്പിക്കുന്നത് റേഡിയേഷൻ ചെയ്തതിൻ്റെ അടയാളമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും, എൻ്റെ വാക്കുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭംഗി നൽകുന്നില്ല. പക്ഷെ ഇന്നെനിക്ക് പറയാൻ സാധിക്കും, മരണം കാത്തുള്ള ബ്ലഡ് ക്യാൻസർ രോഗിയുടെ തകർന്ന മനസ്സിൻ്റെ വാക്കുകളായിരുന്നു ആ 2 വാക്കുകൾ. എന്നെ ഒന്ന് സഹായിക്കുമോ? ഒന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. ജീസസിനോട് പ്രകടനമൊന്നും ഞാൻ കിട്ടൂല. ഞാനങ്ങനെ ഒന്ന് കട്ടിൽ കയറി കമഴ്ന്നു വരുന്നു. കുറെ നേരം കാലം പെട്ടെന്ന് വാതില് ഉറക്കം തട്ടിയിട്ട് ഡോക്ടർ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ വാതിൽ പറഞ്ഞു, അളവെത്തു എന്നോട് പറഞ്ഞു, എന്താണ് കരയുന്നത്? ഇങ്ങനെ കണ്ടാൽ എൻ്റെ ബ്ലഡ് കൗണ്ട് വീണ്ടും കുറയും,
നിന്റെ ബ്ലഡ് കൗണ്ട് 6.6 അല്ല, അത് വളരെ കുറവാണ്. ഇനി അത്യാവശ്യമായിട്ട് എനിക്ക് വീണ്ടും ബ്ലഡ് കയറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് നിന്റെ ബ്ലഡ് നോക്കി പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് എടുത്ത് വീണ്ടും പരിശോധിക്കാനായിട്ട് അദ്ദേഹം ഹെമറ്റോളജിയിൽ പോയി. ഞാൻ വാതിലടച്ച് വന്ന് കിടന്നു. വളരെ ഭീകരമായ ചിന്തകളായിരുന്നു എനിക്ക് വന്നത്. ആരും ഒരു ശവക്കച്ചയിൽ എന്നെ പൊതിഞ്ഞ് കെട്ടിയ പോലെ ചുവന്ന മണ്ണുള്ള ഒരു കുഴി അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് ഓരോ പിടി മണ്ണും വാരി എൻ്റെ കൂട്ടുകാരിൽ എത്തുന്നുണ്ട് എൻ്റെ കബറടക്കത്തിനായിട്ട്. എൻ്റെ മനസ്സതുപോലെ അസ്വസ്ഥമായിട്ട് ഞാൻ അവിടെ കിടക്കുക. ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. തിരിഞ്ഞു മറന്ന് ഞാൻ കിടന്നു. ക്രൈസ്റ്റിന്റെ ആ ചിത്രത്തിലേക്ക് നോക്കിക്കിടന്നപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി. അറിയാതെ ഞാൻ മയങ്ങി. വീണ്ടും അതില്ലാതെ തട്ടുന്നത് തുറന്നത് ഡോക്ടർ തന്നെയാണ്. അതേ മടുത്ത് വന്നവർ തന്നെ എന്നോട് ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല. എന്താ നീ ഭക്ഷണം കഴിക്കാത്തത്? ഞാൻ പറഞ്ഞു, സാർ ഞാൻ അമ്മ വന്നത് വിളിക്കാൻ പോയെന്നൊന്നും എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം, ഒന്നും കഴിച്ചില്ല. ഡോക്ടറിനോട് ചോദിച്ചു, ഞാൻ എന്നോട് പറഞ്ഞു സമയത്തിന് ഭക്ഷണം കഴിക്കണ്ട, അമ്മ എപ്പോഴാണ്? ഇന്ന് രാവിലെ. അമ്മ വന്നപ്പോൾ നിനക്ക് പുതിയ മരുന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നോ? അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ മരുന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടുത്തെ ഡോക്ടർമാർ പുതിയ മരുന്നുകളൊന്നും ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നീ മരുന്നൊന്നും ചോദിച്ചിട്ടില്ലേ? ആരും തന്നിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് മരുന്ന് തന്നിട്ടില്ലേ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ ഞാൻ തിരിച്ചു ചോദിച്ചു, സാർ എന്താ ഇങ്ങനെ മരുന്ന് തന്നിട്ടില്ലേ എന്ന് ചോദിക്കാനായിട്ട് കാരണം, ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഫയലിൽ അത് രേഖപ്പെടുത്തുമല്ലോ, പിന്നെ സാർ അങ്ങനെ ചോദിക്കാനായിട്ട് കാരണം. ഡോക്ടർ പുഞ്ചിരിയോടെ ആ ഫയൽ തുറന്ന് വെള്ളൂർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റുള്ള ഹോസ്പിറ്റലാണ്, നിങ്ങൾക്കറിയാം. അവിടുന്ന് മെഡിക്കൽ ഫയൽ തുറന്ന് ആ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് കാണിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ പുഞ്ചിരി അബ്ദുൽ അസീസ് എന്ന പേരുണ്ടായിരുന്ന യുവൻ കാണുമ്പോൾ എൻ്റെ രക്തത്തിന്റെ അളവ് 6.6 ആണ്, 6.6. എന്നാൽ യേശുവിന്റെ പുഞ്ചിരി ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷം എൻ്റെ രക്തമെടുത്ത് പരിശോധിച്ചപ്പോൾ 6.6 ആയിരുന്ന ഹീമോഗ്ലോബിൻ ഒരു മരുന്നും ചെയ്യാതെ അല്പം ആഹാരമോ വെള്ളമോ ഞാൻ സ്വീകരിക്കാതെ അത് 9.8 ആയി, 9.8 ആയി. ജീവിക്കുന്ന യേശു ക്രിസ്തു അത്ഭുതകരമായി സൗഖ്യത്തിൽപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. ഇനി നന്നായിട്ട് കൈയെടുത്ത് വന്നവനെ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ യേശു ജീവിക്കുന്ന എൻ്റെ ദൈവമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. അത് ദേവാലയത്തിൽ വെച്ചല്ല, ഒരു വിശുദ്ധ വായിച്ചിട്ടല്ല, ധ്യാനമന്ദിരത്തിൽ വെച്ചല്ല, മറിച്ച് ഞാൻ മരണം കാത്തു കിടന്ന മുറിയിലേക്ക് അവൻ കടന്നു വന്നു. കാരണം അവൻ അസാധ്യമായി ഒന്നുമില്ല, യാതൊന്നുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-31 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, തളർന്നവനോട് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കളുടെ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറന്നുയരുന്നു. കൈകളടിച്ചു പറഞ്ഞേ, ചിറകടിച്ചു പറന്നുയരുന്നു. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കില്ല. അത്ഭുതകരമായ കരുത്ത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ സയൻസ് എനിക്ക് അനുവദിച്ച ആ 3 ദിവസം കടന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രിയപ്പെട്ട ദേവാലയത്തിൽ വെച്ച് കാണുമ്പോൾ 28 വർഷങ്ങൾ കടന്നു പോകാൻ തക്ക വിധത്തിലുള്ള ആയുസ് നൽകി യേശു കർത്താവ് എന്നെ സ്നേഹിച്ചു. സങ്കീർത്തനം 14-ാമത്തെ വാക്യം, ദീർഘായുസ് നൽകി ഞാൻ സംതൃപ്തനാക്കും, എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഈ രക്ഷാകരമായ പദ്ധതിയാണ് ഈ ധ്യാനത്തിലൂടെ ഈ ഇടവകയിലെ പ്രിയപ്പെട്ട പേരിൽ വിളിക്കപ്പെട്ട ജനം അനുഭവിച്ചറിയുന്നത്. ഈ രക്ഷയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സയന്റിഫിക് വിഭാഗങ്ങൾ എന്നെ കൊണ്ടുപോയി പരിശോധിച്ചു.
എൻഡോക്രൈനോളജി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തെ കുറിച്ച് പഠിക്കുന്നവരാണ് സയന്റിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർമാര്, ഹെമറ്റോളജി, ഓങ്കോളജി, അതിലെല്ലാം വിദഗ്ധരായ ഡോക്ടേഴ്സിനെ ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുപോയി വലിയ സന്തോഷത്തോടെ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാനുള്ള മരണം കാത്തിരിക്കുന്ന വേദനിക്കുന്ന നാളെ രോഗം ബാധിച്ച മനസ്സ് തകർന്ന മനുഷ്യരെ കാണുമ്പോൾ ഒരിക്കലും മറന്നു പോകുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുസഭയും ക്രൈസ്തവരും ഇന്ന് പലപ്പോഴും പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എനിക്ക് നിങ്ങൾക്ക് ധീരമായിട്ടുള്ളൊരു സാക്ഷ്യം വഹിക്കാനുണ്ട്. ഇഹലോകത്തെ ജീവിതം മാത്രമല്ലല്ലോ കടന്നു പോകുന്നത്. ആ ധീരമായ സാക്ഷ്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. വിചാരികരായ എത്രയോ സഹോദരങ്ങൾ ലോകത്തെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുകൂടി നിങ്ങളോട് വളരെ സ്നേഹത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഈശ്വരശിയായി സ്ഥിതിയായി. താങ്ക് യു. ലക്ഷ്യത്തിലേക്കാണ് ഭക്ഷണത്തിന് സമയമാണ്. പിന്നിലെ മുഴുവനാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, കരുണയുള്ള ദൈവമേ, അനുഗ്രഹത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ തിന്മകളെയും അവിടുന്ന് നിന്ന് നിർവീര്യമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ